വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ ക്ലാസ് +2 പബ്ലിക് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ഒരു റിവിഷൻ ക്ലാസ്സാണ്. ഫോക്കസ് ഏരിയയിലെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും പ്രധാനപ്പെട്ട പോയിൻറ്സും അതുപോലെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് +2 ഇംഗ്ലീഷിലെ ഫോക്കസ് ഏരിയയിൽ വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് പരിചയമായിട്ടുണ്ടാവും, എങ്കിലും നമുക്ക് ഒന്നും കൂടി പറയാം. ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നതാണ് 3 L's ഓഫ് എംപവർമെൻറ്റ്, ക്രിസ്ത്യൻ ലെഗാർഡിൻ്റെ ഒരു സ്പീച്ചാണ്. ദെൻ എനി വുമൻ ഒരു പൊയമാണ്, കാതറിൻ ടൈനാൻ്റെ പൊയമാണ്. ദെൻ ആശപൂർണ ദേബിയുടെ മാച്ച് ബോക്സ് എന്ന സ്റ്റോറിയാണ് മൂന്നാമത്തെ ചാപ്റ്റർ. ദെൻ ഫസ്റ്റ് യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്ററാണ് ഹൊറികളു, അനക്ഡോട്ടാണ്, സുധാമൂർത്തി എഴുതിയതാണ്. ദെൻ സെക്കൻഡ് യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് ദ ഹവർ ഓഫ് ട്രൂത്ത് എന്ന ഒൺ ആക്ട് പ്ലേ ആണ്. അതുപോലെ തേർഡ് യൂണിറ്റിലും ഒരു ചാപ്റ്ററാണ് വരുന്നത്, എ 3 വീൽഡ് റെവല്യൂഷൻ, ഇർഫാൻ ആലവുമായിട്ട് നടത്തുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. ദെൻ ഫോർത്ത് യൂണിറ്റിൽ വരുന്നത് റൈസ് എന്നുള്ള പൊയമാണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ 7 ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ഉണ്ട്. സെക്കൻഡ് യൂണിറ്റിൽ നിന്ന് ദ ഹവർ ഓഫ് ട്രൂത്ത് എന്ന ഒൺ ആക്ട് പ്ലേയും, തേർഡ് യൂണിറ്റിൽ നിന്ന് എ 3 വീൽഡ് റെവല്യൂഷൻ എന്ന ഇൻ്റർവ്യൂവും, ദെൻ ഫോർത്ത് യൂണിറ്റിൽ നിന്ന് റൈസ് എന്നുള്ള പൊയവുമാണ്. ഇനി നമുക്ക് ഓരോ ചാപ്റ്ററിലെയും പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്യാം. ലിസൺ ടു ഫസ്റ്റ് ചാപ്റ്റർ, ദ 3 L's ഓഫ് എംപവർമെൻറ്റ്. വിമൻ എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് ക്രിസ്ത്യൻ ലെഗാർഡ് മുന്നോട്ട് വെക്കുന്ന 3 കാര്യങ്ങളെക്കുറിച്ച്, ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്, ഈ 3 കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ അവർ സ്പീച്ച് നടത്തുന്നത്. അവരുടെ സ്പീച്ചിൻ്റെ ടോപ്പിക് തന്നെ അതാണ് ടൈറ്റിൽ അങ്ങനെ കൊടുത്തിട്ടുള്ളത്, ദ 3 L's ഓഫ് എംപവർമെൻറ്റ്. അതിൽ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് നോക്കാം. ദ 3 L's ഓഫ് എംപവർമെൻറ്റ് ഈസ് എ സ്പീച്ച് മെയ്ഡ് ബൈ ക്രിസ്ത്യൻ ലെഗാർഡ്. ക്രിസ്ത്യൻ ലെഗാർഡ് നടത്തിയിട്ടുള്ള ഒരു സ്പീച്ചാണ് നമുക്ക് പഠിക്കാനുള്ള ദ 3 L's ഓഫ് എംപവർമെൻറ്റ്. ലെഗാർഡ് സ്പീക്സ് ഓൺ വിമൻ എംപവർമെൻറ്റ്. അവർ സംസാരിക്കുന്ന സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച്, വിമൻ എംപവർമെൻറ്റിനെ കുറിച്ചാണ്. ദർ ആർ 3 L's ഓഫ് എംപവർമെൻറ്റ്. സ്ത്രീ ശാക്തീകരണത്തിന്, വിമൻ എംപവർമെൻറ്റിന് അവർ 3 L's മുന്നോട്ട് വെക്കുന്നു. ദേ ആർ ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ലേണിംഗ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഓൾ ചേഞ്ചസ്. ശ്രദ്ധിക്കുക, ലേണിംഗ് എന്നുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എഡ്യൂക്കേഷൻ കൊടുക്കലാണ്. സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന കാര്യമാണ് പറയുന്നത്. സോ അവരതിനെ വിളിക്കുന്നത് ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ആൾ ചേഞ്ചസ്. സമൂഹത്തിൽ എന്ത് മാറ്റം വരണമെങ്കിലും അവിടെ എന്ത് വേണം? എഡ്യൂക്കേഷൻ വേണം. ഇറ്റ് എംപവേഴ്സ് ദം, അത് സ്ത്രീകളെ ശാക്തീകരിക്കുന്നു. എഡ്യൂക്കേഷൻ ഓഫ് ഗേൾസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഗേൾസിന് വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ഇമ്പോർട്ടൻ്റ് ആണ്. ജോബ് ഈസ് എ മസ്റ്റ് ഫോർ എവറി വുമൺ. സെക്കൻഡ് എല്ലിനെ കുറിച്ച് പറയാണ് പിന്നീട്. സെക്കൻഡ് എൽ സ്റ്റാൻഡ്സ് ഫോർ ലേബർ, ജോലി കൊടുക്കുക. സ്ത്രീകൾക്ക് ജോലി എന്നത് വളരെ അത്യാവശ്യമായ ഒന്നാണ്. ദേ ക്യാൻ ഐഡൻറ്റിഫൈ ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. അവർക്ക് അവരുടെ യാഥാർത്ഥ്യ കഴിവുകൾ, ട്രൂ പൊട്ടൻഷ്യൽ തിരിച്ചറിയാൻ ഇത് സഹായിക്കുന്നു. അതായത് ജോബ് നൽകുന്നതിലൂടെ സ്ത്രീകൾക്ക് അവരുടെ കഴിവ് ഉപയോഗപ്പെടുത്താൻ, കഴിവ് തിരിച്ചറിയാൻ സാധിക്കുന്നു. ഇറ്റ് ഇൻക്രീസ് പെർ ക്യാപിറ്റ ഇൻകം. അങ്ങനെ സ്ത്രീകൾക്ക് കൂടി തൊഴിലവസരം ഉണ്ടെങ്കിൽ ആ രാജ്യത്തെ പെർ ക്യാപിറ്റ ഇൻകം വർദ്ധിക്കും. ദെൻ തേർഡ് എല്ലിനെ കുറിച്ച് പറയാണ്, ദാറ്റ് ഈസ് ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് എംപവേഴ്സ് വിമൻ. ലീഡർഷിപ്പ് എന്ത് ചെയ്യുന്നു? സ്ത്രീകളെ ശാക്തീകരിക്കുന്നു. ദേ ക്യാൻ യൂസ് ദെയർ സ്കിൽസ് ആൻഡ് ടാലൻസ്. അവർക്ക് അവരുടെ സ്കിൽസും കഴിവുകളും അതേപോലെ ടാലൻസുകളൊക്കെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നു. വിമൻ ലീഡേഴ്സ് ക്യാൻ ടേക്ക് എ ഗുഡ് ഡിസിഷൻ. സ്ത്രീ ലീഡേഴ്സിന് എന്ത് ചെയ്യും? മികച്ച ഡിസിഷൻസ് എടുക്കാനും മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. വിമൻ ഷുഡ് ബി റെഡി ടു സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദെയർ കംഫർട്ട് സോൺ. സ്ത്രീകൾക്ക് എന്തിനു സാധിക്കുന്നു? അവരെ കംഫർട്ട് സോണിന് പുറത്തേക്ക് പോകാൻ സാധിക്കുന്നു. ഇറ്റ് വിൽ മേക്ക് ഡിഫറൻസ്. അതെന്ത് ചെയ്യുന്നു? അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കുന്നു. അപ്പോൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ക്രിസ്ത്യൻ ലെഗാർഡ് പറയുന്നത് 3 L's ഓഫ് എംപവർമെൻ്റ് ആണ്. അതെന്തൊക്കെയാണ്? ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. ഈ 3 പോയിൻ്റ് എല്ലാവരും ഓർത്ത് വെക്കാം. ഇനി ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് പബ്ലിക് എക്സാമിനേഷൻ എന്തൊക്കെ ക്വസ്റ്റ്യനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ശ്രദ്ധിക്കുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സ്പീച്ച് ചോദിക്കാം, പാരഗ്രാഫ് ചോദിക്കാം, അതുപോലെയുള്ള ജനറൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, റൈറ്റപ്പ് ചോദിക്കാം, നിങ്ങളുടെ ഒപ്പീനിയൻസ് എഴുതാൻ ചോദിക്കാം. അപ്പോൾ അതിൽ ശ്രദ്ധിക്കുക, മിക്കവാറും എല്ലാ പോയിൻറ്സും എല്ലാ ക്വസ്റ്റ്യൻസും ബേസ് ചെയ്ത് വരുന്നത് വിമൻ എംപവർമെൻറ്റ് എന്നുള്ള ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് അതാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിമൻ എംപവർമെൻറ്റിനെ കുറിച്ച് ചില പോയിൻറ്റ്സ് നമുക്ക് നോക്കാം. വിമൻ എംപവർമെൻറ്റ് ഈസ് ദ നീഡ് ഓഫ് ദ ഹവർ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് വിമൻ എംപവർമെൻറ്റ്. അത് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇറ്റ് ഈസ് എ മസ്റ്റ് ഫോർ ദ എംപവർമെൻറ്റ് ഓഫ് എൻറ്റയർ സൊസൈറ്റി.
ഒരു സമൂഹത്തിൻ്റെ ശാക്തീകരണത്തിന് വിമൻ എംപവർമെൻറ്റ് വളരെയധികം മസ്റ്റാണ്, നിർബന്ധമാണ്. ക്രിസ്ത്യൻ ലെഗാർഡ് സ്പീക്സ് ഓഫ് ദ 3 L's ഓഫ് വിമൻ എംപവർമെൻറ്റ്. ക്രിസ്ത്യൻ ലെഗാർഡ് സംസാരിക്കുന്നത്, അവരുടെ സ്പീച്ചിൽ പറയുന്നത് വിമൻ എംപവർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള 3 L'സിനെ കുറിച്ചാണ്. ദേ ആർ ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഓൾ ചേഞ്ചസ്. It gives women special status in society and educated women can never be written off. Still, many women are denied higher education. ഇപ്പോഴും സ്ത്രീകൾക്ക് എന്ത് കിട്ടുന്നില്ല? പല ഏരിയയിലും, പല രാജ്യങ്ങളിലും, പല സമൂഹത്തിലും സ്ത്രീകൾക്ക് വേണ്ടത്ര വിദ്യാഭ്യാസം കിട്ടുന്നില്ല. വി ഷുഡ് പ്രൊവൈഡ് ഹയർ എഡ്യൂക്കേഷൻ ടു വിമൻ. നമ്മൾ എന്ത് ചെയ്യണം? സ്ത്രീകൾക്ക് ഹയർ എഡ്യൂക്കേഷൻ, ഉന്നത വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യണം. ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി. എവറി ഗേൾ ഷുഡ് ബി ഗിവൺ പ്രോപ്പർ എഡ്യൂക്കേഷൻ. എല്ലാ പെൺകുട്ടികൾക്കും പ്രോപ്പർ എഡ്യൂക്കേഷൻ, നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകണം. ദ ഗവൺമെൻറ് ഷുഡ് മേക്ക് ടൈംലി ഇൻ്റർവെൻഷൻസ് ഇൻ ദിസ് റിഗാർഡ്. ഗവൺമെൻറ് എന്ത് ചെയ്യണം? വേണ്ട രീതിയിലുള്ള ഇൻ്റർവെൻഷൻസ്, ഇടപെടലുകൾ നടത്തണം. എവറി വുമൺ ഷുഡ് ഹാവ് എ ജോബ്. പിന്നീട് സെക്കൻഡ് എല്ലിനെ കുറിച്ച് പറയാണ്. വിമൻ എംപവർമെൻറ്റിൻ്റെ സെക്കൻഡ് പോയിൻ്റ് ആണ് ലേബർ. അപ്പോൾ സ്ത്രീകൾക്ക് എന്ത് കൊടുക്കണം? ജോബ് കൊടുക്കണം, ജോലി കൊടുക്കണം. ഇറ്റ് ഈസ് എ മസ്റ്റ് ഇൻ ദ മോഡേൺ വേൾഡ്. ആധുനിക ലോകത്ത് ഇത് വളരെയധികം നിർബന്ധമാണ്. എ ജോബ് പ്രൊവൈഡ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ടു എ വുമൻ. ഒരു സ്ത്രീക്ക് എന്ത് ചെയ്യും? ഒരു ജോലി ഉണ്ടെങ്കിൽ അത് അവർക്ക് എന്ത് നൽകും? സേഫ്റ്റിയും സെക്യൂരിറ്റിയും നൽകും. ഇറ്റ് ഗിവ്സ് ദം എ സ്പെഷ്യൽ സ്റ്റാറ്റസ് ഇൻ സൊസൈറ്റി. സമൂഹത്തിൽ സ്റ്റാറ്റസ് നൽകും. മോർ ഓവർ ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ പെർ ക്യാപിറ്റ ഇൻകം ഓഫ് എ നേഷൻ. ദർ ആർ ഗുഡ് വിമൻ ലീഡേഴ്സ് ഇൻ ദ വേൾഡ്. ദെൻ തേർഡ് പോയിന്റിനെ കുറിച്ച് പറയാണ്, ലീഡർഷിപ്പിനെ കുറിച്ച് പറയാണ്. ലോകത്ത് നമ്മൾ നോക്കുമ്പോൾ എന്ത് ചെയ്യും? ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഫേമസ് ആയിട്ടുള്ള വിമൻ ലീഡേഴ്സ് ഉണ്ട്. വിമൻ ലീഡേഴ്സ് ക്യാൻ മേക്ക് ഗുഡ് ഡിസിഷൻ. അവർക്ക് നല്ല തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ട്. ദേ ക്യാൻ ഓൾസോ ഷോക്കേസ് ദെയർ സ്കിൽസ് ആൻഡ് ടാലൻസ്. അവരവരുടെ കഴിവുകളും ടാലൻസും ഒക്കെ പുറത്ത് കാണിക്കുന്നു. വി ആർ ഡൂയിങ് എ ലോട്ട് ടുവേർഡ്സ് വിമൻ എംപവർമെൻറ്റ്. സ്റ്റിൽ വി ഹാവ് മൈൽസ് ടു ഗോ. ഇന്ന് നമ്മുടെ സമൂഹത്തിലെ വിമൻ എംപവർമെൻറ്റിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട് എന്നുള്ളൊരു പോയിന്റും അതിൽ കാണാം. ഇവിടെ ശ്രദ്ധിക്കുക, ഇതൊക്കെ ഓരോ പോയിന്റ്സ് ആയിട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച്, ഇപ്പോൾ സ്പീച്ച് ആണെങ്കിൽ സ്പീച്ചിൻ്റെ ഫോമാറ്റ് ഉണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യും. റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ എഴുതിയതിന് ശേഷം നമ്മൾ പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതുമ്പോൾ ഉൾപ്പെടുത്തേണ്ട പോയിന്റ്സ് ആണ്. അതുപോലെ പാരഗ്രാഫ് ക്വസ്റ്റ്യനോ റൈറ്റപ്പോ ഡിബേറ്റൊക്കെ ചോദിച്ചാലും ഇതിലെ പോയിന്റ്സ് ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിന് ആൻസർ എഴുതാം. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് ഒരു തീം നോക്കാം. ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വേറൊരു ക്വസ്റ്റ്യനാണ് ചാലഞ്ചസ് ഫേസ്ഡ് ബൈ വിമൻ ഇൻ ദ മോഡേൺ വേൾഡ്. ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ, ചാലഞ്ചസ്. ശ്രദ്ധിക്കുക, വിമൻ ഫേസ് മെനി ചാലഞ്ചസ് ഇൻ ദ മോഡേൺ വേൾഡ്. ദി കോൺട്രിബ്യൂട്ട് ലെസ് ടു ടോട്ടൽ ഇക്കോണമിക് ഗ്രോത്ത് ഓഫ് ദ വേൾഡ്. എന്താ പറയുന്നത്? ആധുനിക കാലത്ത് സ്ത്രീകൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇക്കോണമിക് ഗ്രോത്തിൽ. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയിൽ അവർ വളരെ കുറച്ച് മാത്രമേ സംഭാവന കൊടുക്കുന്നുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് ദെയർ ഫാൾട്ട്. അത് അവരുടെ ഫാൾട്ടല്ല. ദേ ആർ റെഡി ടു കോൺട്രിബ്യൂട്ട്. അവരവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ, നൽകാൻ അവർ റെഡിയാണ്. ബട്ട് ദേ ആർ നോട്ട് ഗിവൺ ഈക്വൽ ഓപ്പർച്യൂണിറ്റി. അവർക്ക് തുല്യ അവസരം കിട്ടാത്തത് കൊണ്ട്, അതായത് തൊഴിൽ മേഖലയിലാണെങ്കിലും മറ്റു മേഖലയിലാണെങ്കിലും അവർക്ക് വേണ്ടത്ര ഇക്വാളിറ്റി കിട്ടാത്തതുകൊണ്ട്, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാത്തത് കൊണ്ടാണ് അവർക്ക് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ സാധിക്കാത്തത്. ഇറ്റ് ഈസ് എ സീരിയസ് ഇഷ്യൂ. ഇത് അങ്ങേയറ്റം സീരിയസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. എ കോൺസിക്വൻസ് മെനി കൺട്രീസ് ലാഗ് ബിഹൈൻഡ് ഇൻ പെർ ക്യാപിറ്റ ഇൻകം. ഇതിൻ്റെ ഒരു അനന്തരഫലം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് തുല്യ അവസരം ഇല്ലാത്തത് കൊണ്ട് അവർക്ക് തൊഴിൽ ലഭിക്കുന്നില്ല, അതിനുള്ള അവസരം നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളുടെയും പെർ ക്യാപിറ്റ ഇൻകം കുറയാൻ ഇതൊരു കാരണമാകുന്നു. സെക്കൻഡ് പറയുകയാണ്, സെക്കൻഡ് ചാലഞ്ചാണ് വിമൻ ആർ ഡിനൈഡ് ഫ്രീഡം ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ. സ്ത്രീകൾക്ക് എന്ത് കിട്ടുന്നില്ല? ഫ്രീഡം കിട്ടുന്നില്ല. അതുപോലെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും കിട്ടുന്നില്ല. വിമൻ എഡ്യൂക്കേഷൻ ഈസ് എ മസ്റ്റ് ഫോർ ദ മാക്സിമം എക്സ്പ്ലോറേഷൻ ഓഫ് ദ ഹ്യൂമൻ റിസോഴ്സ്. മനുഷ്യ വിഭവശേഷി മാക്സിമം ഉപയോഗപ്പെടുത്തണമെങ്കിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കൽ നിർബന്ധമാണ്. വിമൻ ഫേസ് മെനി പ്രോബ്ലംസ് ഇൻ ദ വർക്ക് പ്ലേസ്. സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന മറ്റൊരു ചാലഞ്ചാണ്, മറ്റൊരു പ്രോബ്ലമാണ് എന്ത്? ദേ ഫേസ് മെനി പ്രോബ്ലംസ് ഇൻ ദെയർ വർക്ക് പ്ലേസ്. അവരുടെ ജോലി സ്ഥലത്ത് അവർ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നു. ദേ ഡോണ്ട് ഗെറ്റ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. അതിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ദേ നെവർ ഗെറ്റ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. തുല്യ ജോലിക്ക് തുല്യ വേതനം അവർക്ക് ലഭിക്കുന്നില്ല.
ദേ ഹാവ് ലോ സ്റ്റാറ്റസ് ആൻഡ് ലോ സെക്യൂരിറ്റി. അതുപോലെ അവർക്ക് സമൂഹം നൽകുന്നത് ലോ സ്റ്റാറ്റസ് ആണ്. ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്ക് ലോ സ്റ്റാറ്റസ് നൽകുന്നു. അതുപോലെ ലോ സെക്യൂരിറ്റി ജോബ്സ് ആണ് അവർക്ക് നൽകുന്നത്. ഷുഡ് ചേഞ്ച് ദിസ് പിക്ചർ. ഈ അവസ്ഥ നമ്മൾ മാറ്റണം. ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി. അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് വിമൻ ആർ ഇൻക്രീസിങ് ഡേ ബൈ ഡേ. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഓരോ ദിവസം വർദ്ധിച്ചു വരുന്നതാണ്. സ്റ്റേൺ സ്റ്റെപ്പ് ഷുഡ് ബി ടേക്കൺ അഗെയിൻസ്റ്റ് ദ പ്രോബ്ലം. ഈ പ്രശ്നങ്ങൾക്കെതിരെ സ്ട്രോങ് ആയിട്ടുള്ള നടപടികൾ എടുക്കണം. ലെറ്റ് us വർക്ക് ഹാർഡ് ഫോർ എ ബെറ്റർ സൊസൈറ്റി. ഒരു നല്ല സമൂഹത്തിന് വേണ്ടിയിട്ട് നമുക്കൊരുമിച്ച് പോരാടാം എന്ന് പറഞ്ഞിട്ടാണ് ഇത് അവസാനിപ്പിക്കേണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതും ചില പോയിൻറ്റ്സ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വേർഡ്സിൽ സെൻറ്റൻസ് ആക്കിയിട്ട് മാറ്റാം. അതുപോലെ പാരഗ്രാഫൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റനാണ് റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ വിമൻ എംപവർമെൻറ്റ്. വിമൻ എംപവർമെൻറ്റിൽ എഡ്യൂക്കേഷൻ്റെ റോളിനെ കുറിച്ച് ചോദിക്കാം. നമ്മൾ ഓൾറെഡി ഒരുപാട് പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്തു. എന്നാലും നമുക്ക് ചില പോയിൻറ്റ്സും കൂടി നോക്കാം. എഡ്യൂക്കേഷൻ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ വിമൻ എംപവർമെൻറ്റ്. സ്ത്രീ ശാക്തീകരണത്തിൽ എഡ്യൂക്കേഷന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. ഇറ്റ് എംപവേഴ്സ് വിമൻ ഇൻ മോഡേൺ സൊസൈറ്റി. ആധുനിക സമൂഹത്തിൽ സ്ത്രീകളെ എംപവർ ചെയ്യാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് എഡ്യൂക്കേഷൻ. ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ആൾ ചേഞ്ചസ്. എല്ലാ മാറ്റത്തിൻ്റെയും സമൂഹത്തിൽ വരുന്ന എല്ലാ ചേഞ്ചസിൻ്റെയും ഫൗണ്ടേഷനാണ് എഡ്യൂക്കേഷൻ. ഇറ്റ് ഗീവ്സ് വിമൻ എ സ്പെഷ്യൽ സ്റ്റാറ്റസ് ഇൻ സൊസൈറ്റി. എഡ്യൂക്കേഷൻ സ്ത്രീകൾക്ക് സമൂഹത്തിൽ നല്ല ഒരു സ്റ്റാറ്റസ് നൽകുന്നു. ആൻ എഡ്യൂക്കേറ്റഡ് വിമൻ ക്യാൻ നെവർ ബി റിട്ടൺ ഓഫ്. ഒരു എഡ്യൂക്കേറ്റഡ് വിമനെ ഒരിക്കലും എഴുതി തള്ളാൻ സാധിക്കില്ല. ദാറ്റ് മീൻസ് അവരെ നമുക്ക് നിസ്സാരമായിട്ട് ഒഴിവാക്കാൻ സാധിക്കില്ല. സ്റ്റിൽ മെനി വിമൻ ആർ ഡിനൈഡ് ഹയർ എഡ്യൂക്കേഷൻ. ഇന്നും നമ്മുടെ സമൂഹത്തിൽ പല സ്ത്രീകൾക്കും ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല. വി ഷുഡ് പ്രൊവൈഡ് ഹയർ എഡ്യൂക്കേഷൻ ടു വിമൻ. തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകണം. ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി. എവറി ഗേൾ ഷുഡ് ബി ഗിവൺ പ്രോപ്പർ എഡ്യൂക്കേഷൻ. എല്ലാ പെൺകുട്ടികൾക്കും നിർബന്ധമായിട്ടും നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകണം. ദ ഗവൺമെൻറ് ഷുഡ് ബി വെരി വിജിലൻറ്റ് ഇൻ ദിസ് റിഗാർഡ്. ഈ കാര്യത്തിൽ ഗവൺമെൻറ് അങ്ങേയറ്റം ശ്രദ്ധ പുലർത്തണം എന്നുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പോയിൻറ്റ്സിൻ്റെ മീനിങ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് വേണമെങ്കിൽ ചാപ്റ്ററിന് അഡീഷണൽ ആയിട്ടുള്ള ഒരു പോയിൻ്റ് ഉണ്ട്. ഒരു ആഫ്രിക്കൻ സെയിങ് ഒക്കെ പറയുന്നുണ്ട്. ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ്. ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ് യു ട്രെയിൻ എ മാൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കൊട്ടേഷൻ നമ്മൾ അവിടെ കണ്ടതാണ്. അതും വേണമെങ്കിൽ നമുക്ക് ഈ പാർട്ടിൽ. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ചോദ്യമാണ് സ്പീച്ച് എഴുതാൻ. ഒരു ഡിസ്കോസ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ് സ്പീച്ച്. അപ്പോൾ സ്പീച്ച് എഴുതുമ്പോൾ നമ്മൾ ഓൾറെഡി ഒരുപാട് ചെയ്തതാണ്. എങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സ്പീച്ചിൽ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില എക്സ്പ്രഷൻസ് ഉണ്ട്. ഫസ്റ്റ് നമുക്കറിയാം അതിനൊരു സല്യൂട്ടേഷൻ വേണം. നമ്മൾ അഭിസംബോധന ചെയ്യണം. ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ടുഡേ ഐ എം ഗോയിങ് ടു മേക്ക് എ ഷോർട്ട് സ്പീച്ച് ഓൺ എന്ന് പറഞ്ഞിട്ട് ടോപ്പിക്ക് കൊടുക്കാം. പിന്നെ നമുക്ക് എല്ലാത്തിലും ഉൾപ്പെടുത്താൻ പറ്റിയ ചില പോയിൻറ്റ്സ് ഉണ്ട്. ഐ എം വെരി ഹാപ്പി ടു ബി ഹിയർ ഓൺ ദിസ് ഒക്കേഷൻ. അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്, I am very happy to be here on this occasion. I would like to speak on the topic. എപ്പോഴും ശ്രദ്ധിക്കുക, ടോപ്പിക്കിൻ്റെ മുന്നേ നമ്മൾ ഓൺ ആണ് ചേർക്കുക. ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ഓൺ ദ ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് ടോപ്പിക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടാവും. ഇപ്പോൾ വിമൻ എംപവർമെൻ്റ് ആണെങ്കിൽ എങ്ങനെ പറയും? ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ഓൺ ദ ടോപ്പിക് വിമൻ എംപവർമെൻറ്റ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് ദ നീഡ് ഓഫ് ദ ഹവർ. ഇതൊക്കെ നമുക്ക് എല്ലാത്തിലും ഉൾപ്പെടുത്താൻ പറ്റിയ ചില എക്സ്പ്രഷൻസ് ആണ്. അതുപോലെ സ്പീച്ച് അവസാനിപ്പിക്കുമ്പോൾ ഐ വുഡ് ലൈക്ക് ടു കൺക്ലൂഡ് മൈ വേർഡ്സ്, താങ്ക് യു എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കേണ്ടത്. ആ ഒരു സെൻറ്റൻസും ആ ഒരു എക്സ്പ്രഷനും നമുക്ക് എല്ലാത്തിലും ഉൾപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക. ബാക്കി ഇതിൽ ഉൾപ്പെടുത്തേണ്ട പോയിൻ്റൊക്കെ നമ്മൾ ഓൾറെഡി മുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. പിന്നീട് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റനാണ് എസ്സേ റൈറ്റിംഗ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ റൈറ്റിംഗ്, പാരഗ്രാഫ് ക്വസ്റ്റന്, റൈറ്റപ്പ്, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. വിമൻ എംപവർമെൻറ്റിനെ കുറിച്ചോ, റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ വിമൻ എംപവർമെൻറ്റിനെ കുറിച്ചോ, ചാലഞ്ചസ് ഫേസ്ഡ് ബൈ വിമനോ, ഇങ്ങനെ ജനറൽ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് എസ്സേ, ആർട്ടിക്കിൾ, പാരഗ്രാഫ്സ് ഒക്കെ ചോദിക്കാം. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന ചില എക്സ്പ്രഷൻസ് നമുക്ക് പരിചയപ്പെടാം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. It is the need of the hour. It is a must in the modern world. There are many challenges. It plays an important role. It is a serious issue. There are many pros and cons. What do you mean by pros and cons? Merits and demerits. അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളൊക്കെയാണ് പ്രോസ് ആൻഡ് കോൺസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗവൺമെൻറ് ഷുഡ് ബി വെരി വിജിലൻറ്റ്. സ്റ്റേൺ സ്റ്റെപ്സ് ഷുഡ് ബി ടേക്കൺ ഇൻ ദിസ് റിഗാർഡ്. Let us work hard for a better society. We are doing a lot in this regard. Still we have miles to go. അപ്പോൾ ഇത്തരത്തിലുള്ള പോയിൻറ്റ്സ് ഒക്കെ ഉപയോഗപ്പെടുത്തി മുകളിൽ നമ്മൾ പോയിൻറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്.
ഇതൊക്കെ എല്ലാത്തിലും ഉൾപ്പെടുത്താൻ പറ്റിയ പോയിൻറ്റ്സ് ആണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്, സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഫോക്കസ് ഏരിയയിൽ വരുന്ന രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള എനി വുമൺ എന്ന പോയം നോക്കാം. അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഫസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ദ പോയം എനി വുമൺ ഈസ് റിട്ടൺ ബൈ കാതറിൻ ടൈനാൻ. ഇറ്റ് സെലിബ്രേറ്റ്സ് ബോത്ത് വിമൻഹുഡ് ആൻഡ് മദർഹുഡ്. മദർഹുഡിനെ കുറിച്ച്, മാതൃത്വത്തെക്കുറിച്ച്, ഇമ്പോർട്ടൻസ് ഓഫ് മദറിനെ കുറിച്ച്, അറ്റ് ദ സെയിം ടൈം എന്തും കൂടി പറയുന്നുണ്ട്, സ്ത്രീയുടെ ഇമ്പോർട്ടൻസും ആണ് ഈ പോയത്തിൽ പറയുന്നത്. മദർ ഈസ് ദ പില്ലർ ആൻഡ് ദ കീ സ്റ്റോൺ ഓഫ് ദ ഹൗസ്. അതാണ് നമുക്കറിയാം, ഫസ്റ്റ് ലൈൻ തന്നെ അതാണ്, ഐ ആം ദ പില്ലർ ഓഫ് ദ ഹൗസ്. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഈ പോയത്തിലെ സ്പീക്കർ എന്ന് പറയുന്നത് മദറാണ് അല്ലെങ്കിൽ വുമൺ ആണ്. അപ്പോൾ ആ ഒരു പോയിന്റ് കൂടി നമ്മൾ ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ ഈ എക്സ്പ്രഷനിൽ വരുന്ന ഫിഗർ ഓഫ് സ്പീച്ച് ആണ് ഇത് മെറ്റഫർ. സ്ത്രീയെ എന്തായിട്ടാണ് പറയുന്നത്, പില്ലറും കീ സ്റ്റോൺ ആയിട്ടൊക്കെയാണ് പറയുന്നത്. സോ അവിടെ മെറ്റഫർ ഉണ്ട്, ആ കാര്യം ഓർത്ത് വെക്കുക. മദർ ഈസ് ദ പില്ലർ ആൻഡ് ദ കീ സ്റ്റോൺ ഓഫ് ദ ഹൗസ്. മദറിനെ എന്തായിട്ടാണ് പറയുന്നത്, വീടിൻ്റെ പില്ലർ, തൂണായിട്ടാണ് പറയുന്നത്. ആൻഡ് ഓൾസോ ദ കീ സ്റ്റോൺ ഓഫ് എ ഹൗസ്. നെക്സ്റ്റ് ശ്രദ്ധിക്കുക, വിതൗട്ട് എ വിമൻ എ ഫാമിലി ഡസൻറ്റ് ഹാവ് എക്സിസ്റ്റൻസ്. ഒരു മദർ ഇല്ലെങ്കിൽ, ഒരു സ്ത്രീ ഇല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. ഷീ ഈസ് ദ ഫയർ അപ്പോൺ ദ ഹേർത്ത്. ഹേർത്തിലെ, കിച്ചണിലെ അടുപ്പിലെ തീയാണ് മദർ. അതായത് മദറിനെ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. ഷീ ഈസ് ദ ലൈറ്റ് ആൻഡ് ദ ഹീറ്റ് ദാറ്റ് വാംസ് ദ എർത്ത്. ഭൂമിയെ ഊഷ്മളമാക്കുന്ന, വാമാക്കുന്ന ഹീറ്റും ലൈറ്റും ഒക്കെയാണ് മദർ. ജസ്റ്റ് ലൈക്ക് എ സൺ, അല്ലേ, സണ്ണിനെ പോലെ. ചിൽഡ്രൻ ത്രൈവ് ഇൻ ദെയർ വാംത്ത് ഓഫ് ഹെർ ലവ്. അല്ലേ, മക്കൾക്ക് സ്നേഹം കിട്ടുന്നത് മദറിൽ നിന്നാണ്. ഷീ ബൈൻഡ്സ് ഹർ ചിൽഡ്രൻ വിത്ത് സ്ട്രിങ്സ് ഓഫ് ലവ്. മദർ എന്ത് ചെയ്യുന്നു, തൻ്റെ മക്കളെ സ്നേഹം കൊണ്ട് ബന്ധിപ്പിക്കുന്നു. ഇറ്റ് പ്രിവെൻറ്റ്സ് ദം ഫ്രം സ്കാറ്ററിങ് എവേ. ആ ബന്ധനം പൊട്ടിച്ച്, മദറിൻ്റെ ആ പിടുത്തം വിട്ടിട്ട് മക്കൾക്ക് പുറത്തു പോകാൻ സാധിക്കില്ല. എ വിമൺ ഈസ് ആൻ ഓൾറൗണ്ടർ ഇൻ എ ഫാമിലി. ഒരു ഫാമിലിയിലെ ഓൾറൗണ്ടറാണ് മദർ. അതിൽ പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, മക്കളെ നോക്കുന്നു, അവരെ സ്നേഹിക്കുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, വീട് ഡെക്കറേറ്റ് ചെയ്യുന്നു, ക്ലീൻ ചെയ്യുന്നു. ഇങ്ങനെ മദർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഹെർ കെയർഫുൾ ടച്ച് റീച്ചസ് എവരിവെയർ ആൻഡ് എവറിത്തിങ് ഇൻ ദ ഹൗസ്. വീട്ടിലെ എല്ലാ കാര്യത്തിലും എല്ലായിടത്തും മദറിൻ്റെ ആ ടച്ചിങ് എത്തുന്നു. ദേ ആർ ദ വാൾ ദാറ്റ് പ്രൊട്ടക്ട്സ് ദ ഹൗസ് ഫ്രം ഓൾ ഡേഞ്ചർ. മദറിൻ്റെ കൈകൾ എന്ന് പറയുന്നത്, മദർ എന്ന് പറയുന്നത് വീടിനെയും മക്കളെയും എല്ലാ ഡേഞ്ചേഴ്സിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. ഷീ പ്രേസ് ടു ഗോഡ് നോട്ട് ടു ടേക്ക് ഹർ അവേ ടിൽ ഹർ ചിൽഡ്രൻ ഗ്രോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ലാസ്റ്റ് മദർ ജീസസ് ക്രൈസ്റ്റിനോട് പ്രേ ചെയ്യുന്നുണ്ട്, അല്ലേ, പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണ് പ്രാർത്ഥിക്കുന്നത്, നോട്ട് ടേക്ക് ഹർ അവേ ടിൽ ഹർ ചിൽഡ്രൻ ഗ്രോ. മക്കൾ വളർന്നു വരുന്നത് വരെ അവളെ തിരിച്ചു വിളിക്കരുത്, അതായത് മരണപ്പെടുത്തരുത് എന്നാണ് മദർ പ്രാർത്ഥിക്കുന്നത്. ദ പോയം റീഇൻഫോഴ്സസ് ദ അൺകണ്ടീഷണൽ ലവ് ഓഫ് എ മദർ. ഈ പോയത്തിൽ എന്താണ് പറയുന്നത്, ഒരു അമ്മയുടെ സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. ദ പോയിറ്റ് യൂസസ് മെറ്റഫേഴ്സ് ത്രൂ ഔട്ട് ദ പോയം. ഈ പോയത്തിൽ ഒരുപാട് മെറ്റഫേഴ്സ് നമുക്ക് കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഫസ്റ്റ് ലൈൻ തന്നെ പറയുന്നുണ്ട്, ഐ ആം ദ പില്ലർ ഓഫ് ദ ഹൗസ്, ഐ ആം ദ കീ സ്റ്റോൺ ഓഫ് ദ ആർച്ച്, ഐ ആം ദ ഹീറ്റ് ദാറ്റ് വാംസ് ദ എർത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ മെറ്റഫറിന് എക്സാമ്പിളാണ്. ദേ മേക്ക് ദ തീം ഓഫ് ദ പോയം എഫക്റ്റീവ്. ഇത്തരത്തിലുള്ള മെറ്റഫറിൻ്റെ യൂസേജ് എന്ത് ചെയ്യുന്നു, ഈ പോയത്തിനെ കുറച്ചും കൂടി എഫക്റ്റീവ് ആക്കുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പോയം റിലേറ്റഡ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇതിലെ ഒരു സ്റ്റാൻസിയോ 2 സ്റ്റാൻസിയോ തന്നിട്ട് ഫസ്റ്റ് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, 3-4 മാർക്കിൻ്റെ. അതിൽ ചോദിക്കൽ ഇതിലെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഏതാണ്, അതായത് മെറ്റഫർ ഉണ്ട്, അതുപോലെ ഇതിലെ സ്പീക്കർ ആരാണ് മുതലായ കാര്യങ്ങൾ ചോദിക്കും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഈ പോയത്തിനെ മറ്റൊരു പോയവുമായിട്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള മറ്റൊരു പോയവുമായിട്ട് കമ്പയർ ചെയ്യാനുണ്ടാവും. ഓക്കെ, പിന്നെ എന്ത് ചെയ്യും, ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇമ്പോർട്ടൻസ് ഓഫ് മദറിനെ കുറിച്ച് പാരഗ്രാഫ് എഴുതാൻ, ഇങ്ങനത്തെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് എ മദർ എന്ന് ചോദിച്ചാൽ എന്തൊക്കെ പോയിൻറ്റ്സ് ആഡ് ചെയ്യാമെന്ന് നോക്കാം. ഗോഡ് കുഡിൻറ്റ് ബി പ്രസൻറ്റ് എവരിവെയർ, സോ ഹി ക്രിയേറ്റഡ് മദേഴ്സ്. The words of Tagore underlines the importance of mothers. ടാഗോറിൻ്റെ ലൈനാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഗോഡ് കുഡിൻ ബി പ്രസൻറ്റ് എവരിവെയർ, സോ ഹി ക്രിയേറ്റഡ് മദേഴ്സ്. ദൈവത്തിന് എല്ലായിടത്തും എത്താൻ സാധിക്കാത്തത് കൊണ്ട് അദ്ദേഹം അമ്മമാരെ സൃഷ്ടിച്ചു, അല്ലേ. അവിടെ എന്താ പറയുന്നത്, മദർ ഈസ് ജസ്റ്റ് ലൈക്ക് ഗോഡ്. മദർ എന്ന് പറയുന്നത് ദൈവത്തെ പോലെയാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് കാണിക്കുന്ന ഒരു ലൈനാണ്, ടാഗോറിൻ്റെ ലൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മദറിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് അത് കാണിക്കുന്നത്. മദർ ഈസ് ദ ഫസ്റ്റ് ഫ്രണ്ട്, ഫസ്റ്റ് ടീച്ചർ ആൻഡ് ദ ഫസ്റ്റ് ഗൈഡ് ഓഫ് ഹർ ചിൽഡ്രൻ. മക്കളുടെ ആദ്യത്തെ ടീച്ചർ, ആദ്യത്തെ ഫ്രണ്ട്, ആദ്യത്തെ ഗൈഡ് എന്നൊക്കെ പറയുന്നത് മദറാണ്. ഷീ ഈസ് ദ ത്രെഡ് ദാറ്റ് കണക്ട്സ് ഓൾ മെമ്പേഴ്സ് ഓഫ് എ ഫാമിലി.
ഒരു ഫാമിലിയെ ഒരുമിപ്പിച്ച് നിർത്തുന്ന, ബന്ധിപ്പിക്കുന്ന, നമ്മളെ പോയത്തിൽ അതേ ലൈൻസ് വരുന്നുണ്ട് അല്ലേ. നോട്ട് ഓഫ് ലവ് എന്ന് പറയുന്നുണ്ട്. സ്നേഹം കൊണ്ട് മദർ എല്ലാവരെയും ബന്ധിപ്പിക്കുന്നു. ഷീ ഈസ് എ സിമ്പിൾ ഓഫ് ലവ് ആൻഡ് സാക്രിഫൈസ്. മദർ എന്ന് പറയുന്നത് എന്താ? സ്നേഹത്തിൻ്റെയും സാക്രിഫൈസിൻ്റെയും ഒരു സിമ്പിളാണ്. മദർ ഈസ് എ പില്ലർ ഓഫ് എ ഫാമിലി. ഒരു ഫാമിലിയുടെ പില്ലർ എന്ന് പറയുന്നത് മദറാണ്. ഷീ ഈസ് എ ഗ്രേറ്റ് ലിസണർ ആൻഡ് എൻകറേജ് ദ ചിൽഡ്രൻ ടു ഡു ദെയർ ബെസ്റ്റ്. അല്ലേ, മക്കളെ എല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നത്, എൻകറേജ് ചെയ്യുന്നത്, അതുപോലെ എല്ലാം കേൾക്കുന്ന ഒരാളും കൂടിയാണ് മദർ. ഷീ ഇൻസ്പയർസ് ദ ചിൽഡ്രൻ ടു ബിക്കം ബോൾഡ് ആൻഡ് കോൺഫിഡൻറ്റ്. അല്ലേ, മക്കളെ ബോൾഡ് ആക്കാനും കോൺഫിഡൻ്റ് ആക്കാനും അമ്മമാരെ ഇൻസ്പയർ ചെയ്യുന്നു, പ്രചോദനം നൽകുന്നു. ഷീ ഈസ് ദ ലവ്ലി ഷാഡോ ഓഫ് ഗോഡ് ഹൂ പ്രൊട്ടക്ട്സ് ഹെർ ചിൽഡ്രൻ ഫ്രം ഓൾ ഡേഞ്ചർ. എല്ലാ അപകടങ്ങളിൽ നിന്നും മക്കളെ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ഒരു ഷാഡോ ആണ് മദർ. സോ ലെറ്റ് ട്രീറ്റ് അവർ മദർ വിത്ത് കെയർ ആൻഡ് അഫെക്ഷൻ. അതുകൊണ്ട് അമ്മമാരെന്ത് ചെയ്യുക? നല്ല രീതിയിൽ കെയർ ചെയ്യുക, സ്നേഹത്തോട് പെരുമാറുക എന്നൊക്കെയാണ് പറഞ്ഞിട്ടാണ് ഇത് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് മദർ ചോദിക്കുകയാണെങ്കിൽ ഈ പോയിൻറ്റ്സ് നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ പോയത്തിൻ്റെ അപ്രിസിയേഷനിലും നമുക്ക് എന്ത് ചെയ്യാം? ഇത് ആഡ് ചെയ്യാം. പിന്നെ പൊയത്തിനെ ബേസ് ചെയ്തിട്ട് ഈ വർഷം നമ്മൾ ശ്രദ്ധിക്കുക, 2 പൊയെ നമുക്ക് പഠിക്കാനുള്ളൂ, എനി വുമണും റൈസും. അപ്പോൾ 2 പൊയവും എല്ലാവരും തറവായിട്ട് പഠിച്ചു വെക്കണം. അതിൻ്റെ അപ്രിസിയേഷൻ നോക്കണം, അതിൽ വരുന്ന ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് നോക്കണം, അങ്ങനത്തെ ജനറൽ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ ശ്രദ്ധിക്കുക, പൊയം കമ്പാരിസൺ ചോദിച്ചാൽ അല്ലെങ്കിൽ പൊയം റിവ്യൂ ചോദിച്ചാൽ അതിൽ ഉപയോഗിക്കുന്ന ചില എക്സ്പ്രഷൻസ് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? പോയിറ്റിൻ്റെ പേര് എഴുതാം. ദ പോയം ഈസ് റിട്ടൺ ബൈ, ദ തീം ഓഫ് ദ പോയം ഈസ്, ആ കാര്യങ്ങൾ ഉൾപ്പെടുത്താം. ഹിയർ ദ പോയിറ്റ് യൂസസ് മെനി പോയറ്റിക് ഡിവൈസസ്. പോയറ്റിക് ഡിവൈസസ് എന്ന് പറയുന്നത് ഏതാ? മെറ്റഫർ, അസോണൻസ്, അലിട്രേഷൻ, റൈമിംഗ് വേർഡ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, സിമിലി അല്ലേ, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്താം. ദേ മേക്ക് ദ പോയം വെരി എഫക്റ്റീവ്. അത് നമുക്ക് എല്ലാത്തിലും ഉൾപ്പെടുത്താൻ പറ്റിയൊരു പോയിൻ്റാണ്. പോയറ്റിക് ഡിവൈസ് ഈ പോയത്തിനെ കുറച്ചും കൂടി എഫക്റ്റീവ് ആക്കുന്നു. ദ പോയിം ക്യാൻ ബി അനലൈസ്ഡ് ഫ്രം ഡിഫറെൻറ്റ് ആംഗിൾസ്. അല്ലേ, പല പോയത്തിനും പല ആംഗിൾസ് ഉണ്ടാവും. ജസ്റ്റ് ലൈക്ക് നമുക്ക് ഈ പറഞ്ഞ പോയിം തന്നെ, എനി വുമൺ, ഇമ്പോർട്ടൻസ് ഓഫ് എ വുമൺ പറയുന്നുണ്ട്, ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം ഇമ്പോർട്ടൻസ് ഓഫ് എ മദർ. ദ പോയം ഈസ് മീനിങ് ആൻഡ് ഇൻട്രസ്റ്റിംഗ്. ദ തീം ഓഫ് ദ പോയം ഹാസ് സ്പെഷ്യൽ സോഷ്യൽ റെലവൻസ്. ഇപ്പോൾ സോഷ്യൽ റെലവൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ റൈസ് എന്നുള്ള പോയത്തിൽ നമുക്ക് കാണാം അതിന് ഒരുപാട് സോഷ്യൽ റെലവൻസ് ഉണ്ട്. കേരളത്തിൻ്റെ ചേഞ്ചിങ് കൾട്ടിവേഷൻ സ്റ്റൈല്, ഫുഡ് ഹാബിറ്റ് ഒക്കെ അതിൽ വരുന്നുണ്ട്. ബോത്ത് പോയം ഷെയർ മെനി തിങ്സ് ഇൻ കോമൺ. പോയം കമ്പാരിസണൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പറയണം 2 പോയവും ചില കാര്യങ്ങളിൽ കോമൺ ഉണ്ട്, ചില കാര്യങ്ങളിൽ ഡിഫറൻസ് ഉണ്ട്, ഇതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. ദ ഫസ്റ്റ് പോയം ഡിസ്കസസ് എന്ന് പറഞ്ഞിട്ട് അതിൽ വരുന്ന പോയിൻറ്റ്സ്, വേറാസ് ദ സെക്കൻഡ് പോയം അനലൈസ്. വേറാസ് മീൻസ് നേരെ തിരിച്ച് അല്ലേ, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എന്നൊക്കെ വരുന്ന മീനിങ് ആണ് വേറാസ്. ദ പോയിറ്റ് യൂസ് മെനി പോയറ്റിക് ഡിവൈസസ് ടു മേക്ക് ദ പോയം വെരി എഫക്റ്റീവ്. ബോത്ത് പോയംസ് ആർ ഇൻട്രസ്റ്റിംഗ് ആൻഡ് മീനിങ് The poem can be viewed from different angles, who can also see many contrast. Contrast means difference. Both poets discuss socially relevant issue. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ പോയിം കമ്പാരിസൺ എഴുതണം. പോയിം കമ്പാരിസണും ചോദിക്കാം, റിവ്യൂ എഴുതാനും ചോദിക്കാം. ഏറ്റവും കൂടുതൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോയിം കമ്പാരിസൺ ആണ്. ലാസ്റ്റ് ക്വസ്റ്റൻ ആയിട്ടാണ് സാധാരണയായിട്ട് അത് വരാറ്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുമ്പോൾ കാണാം 8 മാർക്കാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കാം. നമ്മൾ പഠിച്ച പോയത്തിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുക, അതിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയിട്ട് പോയിറ്റിൻ്റെ പേര്, അതിലെ തീം എന്താണോ അത് നോക്കിയിട്ട്, മിക്കവാറും സെയിം തീമുള്ള പോയംസ് ആയിരിക്കും കമ്പയർ ചെയ്യാൻ ചോദിക്കുക. അപ്പോൾ അതിലെ പോയിൻറ്റ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ട് പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതുക. 8 മാർക്ക് ക്വസ്റ്റ്യനാണ്, അപ്പോൾ അത്യാവശ്യം എഴുതാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത 2 ചാപ്റ്ററാണ്. ഫസ്റ്റ് ചാപ്റ്റർ ദ 3 L's ഓഫ് എംപവർമെൻറ്റ് നമ്മുടെ 1ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കുക, ക്രിസ്ത്യൻ ലഗാർഡ് നടത്തിയ സ്പീച്ചാണ്. അതിലെ പ്രധാനപ്പെട്ട 3 പോയിൻറ്റ്സ് ആണ് ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. പിന്നെ അതിൽ വരുന്ന ഡിസ്കോസ് ഐറ്റംസ്, പാരഗ്രാഫ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ആർട്ടിക്കിൾ പ്രതീക്ഷിക്കുന്നുണ്ട്, സ്പീച്ച്, അതിൻ്റെയൊക്കെ ഒരു ഫോമാറ്റും അതിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട തീംസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്ത സെക്കൻഡ് ചാപ്റ്ററാണ് എനി വുമൺ എന്നുള്ള പോയാണ്. നമുക്കറിയാം ഇറ്റ് ഈസ് എ പോയം റിട്ടൺ ബൈ കാതറിൻ ടൈനാൻ. പോയത്തിലെ സ്പീക്കർ എന്ന് പറയുന്നത് മദറാണ്. ആൻഡ് ഓൾസോ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇമ്പോർട്ടൻസ് ഓഫ് എ മദർ ആൻഡ് ഓൾസോ പോയിം കമ്പാരിസൺ. അതിൽ വരുന്ന പോയറ്റിക് ഡിവൈസസ് പ്രധാനപ്പെട്ടത് മെറ്റഫറാണ്. ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. അപ്പോൾ 2 ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബാക്കി ചാപ്റ്റേഴ്സ് നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. താങ്ക് യു ഓൾ.